എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന 7 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ കുഞ്ചാക്കോ ബോബൻ നായകനെത്തിയ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ ഓഫീസർ ഓൺ ഡ്യൂട്ടി. നിലവിൽ 11 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ 11 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2,10,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആകെ 11 ദിവസത്തെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 21 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രം 11,60,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ അങ്ങനെ ആകെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 42 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ചിത്രം ഈ വീക്കെൻഡോടെ തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 50 കോടിയിലേക്കും അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബന്റെ കരിയറിൽ തന്നെ ആദ്യത്തെ 50 കോടി ക്ലബിൽ കയറുന്ന സിനിമ കൂടിയായും ഇതിനോടകം തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി മാറാൻ പോവുകയാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ പ്രദീപ് രംഗനാഥ് നായകനായി കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ തമിഴിലെ ഏറ്റവും പുതിയ മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ ഡ്രാഗൺ. ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ നിലവിൽ 10 ദിവസം കൊണ്ട് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ അങ്ങനെ ആകെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടിയും കടന്ന് 102 കോടിയിലേക്ക് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം 35 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമ വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നേടിയിരിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ബോളിവുഡിൽ നിന്നും കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത് മികച്ച കളക്ഷനായി മുന്നേറുന്ന സിനിമ കൂടിയാണല്ലോ ചാവ. ചിത്രത്തിന്റെ ആദ്യ 16 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ 16 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 595 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. 17 ദിവസമായി ഇന്നലെ മാത്രം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 40 കോടിയോളം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ അങ്ങനെ ചിത്രത്തിന്റെ ആകെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 635 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. 1000 കോടി ലക്ഷ്യമിട്ട് മുന്നേറുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കും. അടുത്ത സിനിമ കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ സൗബിൻ ഷാഹിർ നമിത ഫെർമത്ത് കൂട്ടുകെട്ടിൽ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ മച്ചാന്റെ മാലക. നിലവിൽ 4 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ 4 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 20 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ചിത്രത്തിന്റെ ആകെ കേരള ഗ്രോസ് കളക്ഷൻ 70 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 1 കോടി രൂപയാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ കഴിഞ്ഞ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത ധ്യാൻ ശ്രീനിവാസന്റെ സിനിമ കൂടിയാണല്ലോ ആപ് കൈസേ ഹോ. നിലവിൽ 3 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിൽ പിന്നിടുന്ന ആപ് കൈസേ ഹോ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ 3-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 18 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യം 3 ദിവസത്തെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 43 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്ത സിനിമ ഫെബ്രുവരി മാസം 14 തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ ബ്രോമാൻസ്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കേരള ഗ്രോസ് കളക്ഷൻ പുറത്തു വരുമ്പോൾ ചിത്രം 8,65 ലക്ഷത്തിലേക്ക് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത ആന്റണി വർഗീസ് പെപ്പൻ നായകനെത്തിയ സിനിമ കൂടിയാണല്ലോ ദാവീദ്. നിലവിൽ 16 ദിവസങ്ങൾ പിന്നിടുന്ന സിനിമ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കേരള ഗ്രോസ് കളക്ഷൻ പുറത്തു വരുമ്പോൾ ചിത്രം 16 ദിവസങ്ങൾ കൊണ്ട് 5,17 ലക്ഷത്തിലേക്ക് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ജനുവരി മാസം അവസാന വാരം തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ വിനീത് ശ്രീനിവാസൻ സിനിമയാണല്ലോ ഒരു ജാതി ജാതകം. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ചിത്രം 7,74 ലക്ഷത്തിലേക്ക് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ഏറെക്കുറെ ഫൈനൽ റണ്ണിലേക്ക് എത്തപ്പെട്ട ഒരു ജാതി ജാതകം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കും. അതേസമയം ഫെബ്രുവരി മാസം ആദ്യവാരം തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ബേസിൽ ജോസഫ് സിനിമയാണല്ലോ പൊന്മാൻ. ചിത്രത്തിന്റെയും ഏറ്റവും പുതിയ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ചിത്രം 10,45 ലക്ഷത്തിലേക്ക് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും വിജയിച്ച പൊന്മാൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ഫൈനൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കും. അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.